ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയമുള്ളവരെ, 40 നോമ്പിൻ്റെ അവസാന ദിവസമായത്. 40ാമത്തെ നോമ്പ്, ദുഃഖ ശനിയാഴ്ച. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങിയ ദിവസം. ഈ ദുഃഖ ശനിയാഴ്ച അവൻ്റെ ശിഷ്യന്മാരും മറ്റെല്ലാവരും നിരാശയോടെ ഇരിക്കുന്ന സമയത്ത് കർത്താവായ യേശുവിൻ്റെ ആത്മാവ് ഉണർന്ന് പാതാളത്തിൽ സുവിശേഷം പ്രഘോഷിക്കുന്ന സമയമാണിന്ന്. പ്രിയമുള്ളവരെ, യേശു ആത്മാവിനാൽ പാതാളത്തിൽ ബന്ധനസ്ഥരായിരുന്ന അനേകം ആത്മാക്കളോട് സുവിശേഷം പ്രഘോഷിച്ച് അവരെയെല്ലാം, ആ ആത്മാക്കളെയെല്ലാം മോചിതരാക്കുന്ന നിമിഷമാണ് ഈ ദുഃഖ ശനിയാഴ്ച. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുക. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 9-ാം തിരുവചനം മുതൽ ഇപ്രകാരം പറയുന്നു: അവൻ ആത്മാവിനാൽ ബന്ധനസ്ഥരായിരുന്ന ആത്മാക്കളോട് അവൻ സുവിശേഷം പ്രഘോഷിച്ചു. ആ ആത്മാക്കൾ ആരെന്നും വചനഭാഗത്തിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. നോഹയുടെ കാലത്ത് പെട്ടകം പണിത സമയത്ത് ക്ഷമയോടെ കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാതെ പോയ ജനങ്ങൾ, അന്ന് നോഹയുടെ പെട്ടകത്തിൽ നോഹയുടെ ഒപ്പം പ്രവേശിച്ച 8 പേരൊഴികെ ബാക്കി എല്ലാവരെയും അന്നത്തെ ജലപ്രളയത്താൽ നശിപ്പിക്കുന്നുണ്ട്. ആ ആത്മാക്കളൊക്കെ ബന്ധനസ്ഥരായി ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ അവൻ പാതാളത്തിൽ ഇറങ്ങിയതിലൂടെയാണ് അവൻ്റെ ആ പാതാളത്തിൽ ഇറങ്ങിയ യേശുവിൽ നിന്നും ആ സുവിശേഷം കേൾക്കുന്നത് വരെയും ആ ആത്മാക്കൾ ബന്ധനസ്ഥരായി ഈ ഭൂമിയിൽ തന്നെയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ അവസാനം, ഈ 40ാം നോമ്പിൽ, ഈ ദുഃഖ ശനിയാഴ്ച നമുക്ക് യേശുവിൻ്റെ ആത്മാവിനോടൊപ്പം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ഇനിയും ബന്ധനസ്ഥരായി കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി, യേശുവിൻ്റെ സുവിശേഷത്താൽ ഇന്നേ ദിവസം അവരും മോക്ഷം പ്രാപിക്കട്ടെ, ദൈവസന്നിധിയിൽ എത്തിച്ചേരട്ടെ. ഈ ദുഃഖ ശനിയാഴ്ച മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരുങ്ങാം. യേശുവിൻ്റെ സുവിശേഷം ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും കൂടെയുള്ളതാണ്. അപ്രകാരം എല്ലാവരും രക്ഷ പ്രാപിക്കാൻ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു. അവൻ പാതാളങ്ങളിൽ ഇറങ്ങി. ഇനി അവൻ മരിച്ചവരിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെണീക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, നമുക്ക് വിശ്വാസത്തോടുകൂടെ വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പാതാളത്തിൽ ഇറങ്ങി എന്ന് നമ്മൾ പറയുന്ന സമയം നമുക്ക് ബന്ധനസ്ഥരായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ച് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ഉയർപ്പ് ഞായറാഴ്ചയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ആമേൻ.